സംഖ്യ അധ്യായം 3. അഹറോന്റെ പുത്രന്മാർ. സീനായി മലമുകളിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അഹറോന്റെയും മോശയുടെയും വംശാവലി ഇപ്രകാരമായിരുന്നു. അഹറോന്റെ പുത്രന്മാരുടെ പേരുകൾ: ആദിജാതനായ നാദാബും അബിഹു, എലയാസർ, ഇത്താമർ എന്നിവരും. ഇവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അഭിക്ഷിപ്തരായ അഹറോന്റെ പുത്രന്മാരാണ്. ഇവരിൽ നാദാബും അബിഹുവും സീനായി മരുഭൂമിയിൽ കർത്താവിന്റെ മുൻപിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വെച്ച് മരിച്ചു. അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു. അതിനാൽ എലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹറോന്റെ ജീവിതകാലത്തു തന്നെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ചു. ലേവ്യരുടെ കടമകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹറോന്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക. അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിനു മുൻപിൽ അഹറോനും സമൂഹത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ. സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും. കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം ചെയ്യണം. ലേവ്യരെ അഹറോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹറോന് പൂർണ്ണമായും നൽകപ്പെട്ടവരാണിവർ. നീ അഹറോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അധികാരപ്പെടുത്തുകയും അവർ അത് അനുഷ്ഠിക്കുകയും ചെയ്യണം. മറ്റാരെങ്കിലും വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവരെ വധിക്കണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു: ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം എന്റേതാണ്. ഈജിപ്തുകാരുടെ ആദിജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങളെ എനിക്കായി ഞാൻ മാറ്റി നിർത്തി. അവർ എൻ്റെ സ്വന്തമാണ്. ഞാനാണ് കർത്താവ്. ലേവ്യരുടെ ജനസംഖ്യ. സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു: 1 മാസവും അതിനുമേലും പ്രായമുള്ള ലേവ്യ പുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ച് എടുക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു. ലേവിയുടെ പുത്രന്മാർ ഇവരായിരുന്നു: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. കുടുംബമനുസരിച്ച് ഗർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ: ലിബ്നി, ഷിമെയി. കുടുംബമനുസരിച്ച് കൊഹാത്തിന്റെ പുത്രന്മാർ ഇവരാണ്: അമ്രാം, യിസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. കുടുംബമനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ: മഹ്ലി, മൂഷി. ഇവയാണ് പിതൃഗോത്രപ്രകാരം ലേവ്യരുടെ കുടുംബങ്ങൾ. ലിബ്നിയരുടെയും ഷിമെയിയരുടെയും കുടുംബങ്ങളുടെ ഉത്ഭവം ഗർഷോനിൽ നിന്നാണ്. ഇവയാണ് ഗർഷോന്യ കുടുംബങ്ങൾ. 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ 7500. ഗർഷോൻ കുടുംബക്കാർ കൂടാരത്തിന്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ലായേലിന്റെ മകൻ എലിഫാസിന്റെ നേതൃത്വത്തിൽ പാളയമടിക്കണം. ഗർഷോൻ കുടുംബക്കാർ സമാഗമ കൂടാരത്തിൽ പെട്ടകം, കൂടാരം, അതിന്റെ ആവരണം, വാതിലിന്റെ തിരശ്ശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിന്റെ വിരികൾ, അങ്കണവാതിലിന്റെ യവനിക, അവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം. അമ്രാമ്യർ, യിസ്ഹാര്യർ, ഹെബ്രോന്യർ, ഉസിയേല്യർ എന്നിവർ കൊഹാത്തിൽ നിന്ന് ജനിച്ച കുടുംബങ്ങളാകുന്നു. 1 മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ 8600. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ്. കൊഹാത്ത് കുടുംബങ്ങൾ കൂടാരത്തിന്റെ തെക്കുവശത്താണ് പാളയമടിക്കേണ്ടത്. അവരുടെ നേതാവ് ഉസിയേലിന്റെ മകൻ എലിസാഫാൻ ആണ്. പേടകം, മേശ, വിളക്കുകാല്, ബലിപീഠങ്ങൾ, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, തിരശീല എന്നിവയും അവയെ സംബന്ധിക്കുന്ന ജോലികളും ഇവരുടെ ചുമതലയാണ്. പുരോഹിതനായ അഹറോന്റെ പുത്രൻ എലയാസറിന് ലേവ്യരുടെ നേതാക്കളുടെ നേതൃത്വവും വിശുദ്ധ സ്ഥല വിചാരിപ്പുകാരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. മഹ്ലി, മൂഷി എന്നീ കുടുംബങ്ങൾ മെറാറിയിൽ നിന്ന് ഉണ്ടായി. ഇവയാണ് മെറാറി കുടുംബങ്ങൾ. അവയിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ 6200. മെറാറി ഗോത്രത്തിന്റെ തലവൻ അബിഹയിലിന്റെ മകൻ സൂരിയേൽ ആയിരുന്നു. കൂടാരത്തിന് വടക്കുഭാഗത്താണ് അവർ പാളയമടിക്കേണ്ടത്. മെറാറിയുടെ പുത്രന്മാർ കൂടാരത്തിന്റെ ചട്ടക്കൂട്, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, മറ്റുപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ചെയ്യണം. അങ്കണത്തിന്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കുറ്റികൾ, ചരടുകൾ ഇവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം.
സമാഗമ കൂടാരത്തിനു മുൻപിൽ കിഴക്കുവശത്ത് പാളയമടിക്കേണ്ടത് മോശയും അഹ്റോനും അവന്റെ പുത്രന്മാരുമാണ്. വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ്. മറ്റാരെങ്കിലും അതിനു മുതിർന്നാൽ അവനെ വധിക്കണം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി 1 മാസവും അതിനുമേലും പ്രായമുള്ള ലേവ്യരുടെ എണ്ണമെടുത്തപ്പോൾ സംഖ്യ 20,000 ലേവ്യർ ആദ്യജാതർക്ക് പകരം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനങ്ങളിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരെയും പേർ വിളിച്ച് എണ്ണുക. ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ എനിക്കായി മാറ്റി നിർത്തുക. അതുപോലെ ഇസ്രായേലിയരുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായി മാറ്റി നിർത്തുക. ഞാനാണ് കർത്താവ്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേലിയരുടെ ആദ്യജാതന്മാരെയെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തി. 1 മാസവും അതിനുമേലും പ്രായമുള്ള ആദ്യജാതരായ എല്ലാ പുരുഷ സന്താനങ്ങളെയും വേർതിരിച്ച് എണ്ണിയപ്പോൾ 20,273 പേർ ഉണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിയരുടെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ എടുക്കുക. അവരുടെ കന്നുകാലികൾക്ക് പകരം ലേവ്യരുടെ കന്നുകാലികളെയും. ലേവ്യർ എനിക്കുള്ളവരാണ്. ഞാനാണ് കർത്താവ്. ലേവ്യ പുരുഷന്മാരുടെ എണ്ണത്തിൽ കവിഞ്ഞുള്ള 273 ഇസ്രായേൽ ആദ്യജാതന്മാരുടെ വീണ്ടെടുപ്പിന് ആളൊന്നിന് 5 ഷെക്കൽ വീതം എടുത്ത് അധികം വരുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി അഹ്റോനെയും മക്കളെയും ഏൽപ്പിക്കുക. വിശുദ്ധ സ്ഥലത്തെ നിരക്കനുസരിച്ച് 20 ഗേരായാണ് 1 ഷെക്കൽ. ലേവ്യരാൽ വീണ്ടെടുക്കപ്പെടാതെ അവശേഷിച്ചവരുടെ വീണ്ടെടുപ്പ് വില മോശ ശേഖരിച്ചു. ഇസ്രായേലിലെ ആദ്യജാതരിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തെ ഷെക്കലിന്റെ കണക്കനുസരിച്ച് 1365 ഷെക്കൽ മോശ പിരിച്ചെടുത്തു. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മോശ വീണ്ടെടുപ്പ് വില അഹ്റോനെയും മക്കളെയും ഏൽപ്പിച്ചു. സംഖ്യ അധ്യായം 4. കൊഹാത്യരുടെ കടമകൾ. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കൊഹാത്യരുടെ കണക്കെടുക്കുക. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത്. സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് കൊഹാത്യർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ്. സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്തു പ്രവേശിച്ച് തിരശീല അഴിച്ച് അതുകൊണ്ട് സാക്ഷ്യപേടകം മൂടണം. അതിനുമീതെ ആട്ടിൻ തോലുകൊണ്ടുള്ള ആവരണവും നീലനിറത്തിലുള്ള മറ്റൊരാവരണവും ഇടണം. പേടകം വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. തിരുസന്നിധാനമേശയിൽ നീലത്തുണി വിരിച്ച് താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും അതിന്മേൽ വയ്ക്കണം. ദിനം തോറും സമർപ്പിക്കുന്ന അപ്പവും അതിന്മേൽ ഉണ്ടായിരിക്കണം. അവയുടെ മേൽ ചമന്ന തുണി വിരിച്ച് ആട്ടിൻ തോല് പൊതിയണം. മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. നീലത്തുണി കൊണ്ട് വിളക്കുകാൽ, വിളക്കുകൾ, തിരിമുറിക്കാനുള്ള കത്രികകൾ, തട്ടങ്ങൾ, എണ്ണപ്പാത്രങ്ങൾ ഇവ മൂടണം. അതിന്റെ സകല ഉപകരണങ്ങളും ആട്ടിൻതോൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം. സുവർണ ബലിപീഠത്തിന്മേൽ നീല തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീല തുണിയിലാക്കി ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂടിൽ സ്ഥാപിക്കണം. ബലിപീഠത്തിൽ നിന്ന് ചാരം നീക്കിയതിനു ശേഷം അതിന്മേൽ ചെമന്ന തുണി വിരിക്കണം. ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നികലശങ്ങൾ, മുൾക്കരണ്ടികൾ, കോരികകൾ, തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വയ്ക്കണം. അതിനു മുകളിൽ ആട്ടിൻതോൽ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. അഹ്റോനും പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞു കഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ വാഹകരായി കൊഹാത്യർ വരണം. എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. സ്പർശിച്ചാൽ മരിക്കും. ഇവയെല്ലാമാണ് കൊഹാത്യർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ. പുരോഹിതനായ അഹ്റോന്റെ മകൻ എലയാസർ ദീപത്തിനു വേണ്ടി എണ്ണ, സുഗന്ധധൂപം, അനുദിന ധാന്യ ബലിക്കുള്ള സാധനങ്ങൾ, അഭിഷേക തൈലം എന്നിവയുടെ മേൽനോട്ടം വഹിക്കണം. കൂടാരത്തിന്റെയും അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിന്റെയും അതിലെ ഉപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, കൊഹാത്യ കുടുംബങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാൻ ഇടയാക്കരുത്. അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഹ്റോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തരെയും അവരവരുടെ ജോലിക്ക് നിയോഗിക്കണം.
എന്നാൽ അവർ അകത്തു കടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത്, നോക്കിയാൽ അവർ മരിക്കും. ഗർശോന്യരുടെ കടമകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ഗർശോന്യരുടെ കണക്കെടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണം എടുക്കുക. ഗർശോന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലും ഭാരം വഹിക്കുന്നതിലുമുള്ള പങ്ക് ഇതാണ്: കൂടാരവിരികൾ, സമാഗമ കൂടാരം, അതിൻ്റെ ആവരണം, കൂടാരവാതിലിൻ്റെ തിരശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിന്റെ വിരികൾ, അങ്കണ കവാടത്തിലെ യവനിക, അവയുടെ ചരടുകൾ, അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം. ഇതു സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം. ഭാരം വഹിക്കലും ഇതര സേവനങ്ങളുമടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളിലും ഗർശോന്യർ അഹറോന്റെയും പുത്രന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതാണ് സമാഗമ കൂടാരത്തിൽ ഗർശോന്യർ ചെയ്യേണ്ട ജോലികൾ. പുരോഹിതനായ അഹറോന്റെ പുത്രൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലി. മെറാര്യരുടെ കടമകൾ. കുലവും കുടുംബവും അനുസരിച്ച് മെറാര്യരുടെ എണ്ണം എടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണം എടുക്കുക. സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ്: കൂടാരത്തിന്റെ ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കൊളുത്തുകൾ, ചരടുകൾ, ഇവയോടനുബന്ധിച്ചുള്ള മറ്റു സാമഗ്രികൾ. അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിച്ച് അവരെ ഏൽപ്പിക്കണം. ഇവയെല്ലാമാണ് മെറാര്യർ പുരോഹിതനായ അഹറോന്റെ മകൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ. ലേവ്യരുടെ എണ്ണം. സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ 30 മുതൽ 50 വരെ വയസ്സും സേവനശേഷിയുമുള്ള കൊഹാത്യരെ കുലവും കുടുംബവും അനുസരിച്ച് മോശയും അഹറോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തി. കുടുംബമനുസരിച്ച് അവരുടെ എണ്ണം 2750 ആയിരുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹറോനും കൂടി കൊഹാത്യ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള ഗർശോന്യരുടെ എണ്ണം അവരുടെ കുലവും കുടുംബവും അനുസരിച്ച് 2630 ആയിരുന്നു. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശയും അഹ്റോനും കൂടി ഗർശോൻ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള മെറാര്യരുടെ എണ്ണം അവരുടെ കുടുംബമനുസരിച്ച് 3200 ആയിരുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തിയതാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ഭാരം വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയുമുള്ള ലേവ്യരെ മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ 8580 പേരുണ്ടായിരുന്നു. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു.